സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന നമ്മുടെ കംപ്ലീറ്റ് വീഡിയോ സീരീസിന്റെ 21ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ പ്രീമിയങ്ങളെ കുറിച്ചിട്ടും കോൾ ഓപ്ഷനെ കുറിച്ചിട്ടും പുട്ട് ഓപ്ഷനെ കുറിച്ചിട്ടും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കണം. അപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകാം, ഓപ്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക് അല്ലെ. ഡെൽറ്റ, തീറ്റ, ഗാമ, വേഗ തുടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എന്നാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഓപ്ഷൻ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ട്രേഡിങ്ങിൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് എക്സാമ്പിൾസ് വെച്ച് ഒരൊറ്റ വീഡിയോയിൽ തന്നെ പഠിച്ചു തീർക്കാനായിട്ട് പോവാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. അപ്പോൾ നമുക്ക് ഇന്ന് ഓപ്ഷൻ പാരാമീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്, ഒരു ഓപ്ഷൻ പ്രീമിയം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് രണ്ട് വാല്യൂസ് ഉണ്ട്. എന്താണ്? എക്സെൻട്രിക് വാല്യൂ ആൻഡ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്ന രണ്ട് പാർട്ട് ആക്ച്വലി പ്രീമിയത്തിലുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി, അതുപോലെ തന്നെ അറ്റ് ദ മണി എന്തൊക്കെയാണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ തൊട്ട് മുൻപത്തെ വീഡിയോ കണ്ട് തീർത്തിട്ട് മാത്രം ഇന്നത്തെ വീഡിയോ കാണുക. കാരണം ഈ ഒരു വീഡിയോ സീരീസിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാനായിട്ട് ഒരു കണ്ടിന്യൂഷൻ മിസ്സാവുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകും. ഉറപ്പായിട്ടും നമ്മൾക്കിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ എന്താണ് എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ദ ജീവൻ ഓഫ് ഓപ്ഷൻസ് എന്ന് നമുക്ക് പറയാം. അതായത് അണ്ടർലൈങ് അസറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് ഓപ്ഷന്റെ വാല്യൂ കൂടുന്നതും കുറയുന്നതും എന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ എത്ര വെച്ച് കൂടും, എത്ര വെച്ച് കുറയും എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ഡെൽറ്റ വാല്യൂ ആണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഈ പറയുന്ന ഓപ്ഷന്റെ പ്രീമിയം എത്ര കൂടണം, എത്ര കുറയണം എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ. ഫോർ എക്സാമ്പിൾ, അണ്ടർലൈങ് അസറ്റ് 1 രൂപ കൂടിക്കഴിഞ്ഞാൽ, അണ്ടർലൈങ് അസറ്റ് 1 രൂപ കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഓപ്ഷന്റെ പ്രീമിയം എത്ര രൂപ കൂടണം എന്ന് ഉള്ള ആ വാല്യൂവിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് ചിലപ്പോൾ 0.5 ആയിരിക്കാം, 0.2 ആയിരിക്കാം, 0.7 ആയിരിക്കാം. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അണ്ടർലൈനിങ് അസറ്റ് 1 രൂപ കൂടി കഴിഞ്ഞാൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ വാല്യൂ 1 രൂപ കൂടുന്നു. ആ സമയത്ത് ഡെൽറ്റ 1 ആണ്. ബട്ട് ഓപ്ഷനിലോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഓപ്ഷൻ ഡിഫറെന്റ് സ്ട്രൈക്കുകൾ ഉള്ളത് കൊണ്ട് ഓരോ സ്ട്രൈക്കിനും ഡിഫറെന്റ് ഡെൽറ്റ വാല്യൂ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതായത് അറ്റ് ദ മണി എടുക്കുകയാണെങ്കിൽ അറ്റ് ദ മണിയുടെ ഡെൽറ്റ മിക്കവാറും 0.5 ആയിട്ടാണ് ഇരിക്കുക. നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിലോട്ട് പോവുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയുടെ ഡെൽറ്റ എപ്പോഴും 0.5-നേക്കാൾ കുറവായിരിക്കും. ബട്ട് നമ്മൾ ഇൻ ദ മണിയിലോട്ട് പോകുന്ന സമയത്ത് ഇൻ ദ മണിയുടെ ഡെൽറ്റ എപ്പോഴും 0.5-നേക്കാൾ കൂടുതൽ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും? ഒരു അണ്ടർലൈങ് അസറ്റ് മൂവ് ചെയ്യുന്ന ക്യാപ്ചർ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് മികച്ച രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റ് ഒരു നല്ലൊരു മൂവ്മെന്റ് നടത്തുമ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിലും ആ ഒരു വാല്യൂവിന്റെ ഇൻക്രീസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഇൻ ദ മണിയിൽ ആയിരിക്കണം. ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാള് ഇൻ ദ മണി ഓപ്ഷൻ ആണ് ബൈ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ പ്രൈസ് മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഔട്ട് ഓഫ് ദ മണിയിൽ ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ വാല്യൂ വളരെ കുറച്ചേ മൂവ് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, 100 പോയിന്റ് നമ്മുടെ നിഫ്റ്റി മൂവ് ചെയ്താൽ ഏകദേശം ATM-ല്
ATM ഓപ്ഷന്റെ വാല്യൂ ഒരു 50 പോയിന്റ് മൂവ് ചെയ്യും. ബട്ട് ഇൻ ദ മണിയിലോട്ട് പോവുകയാണെങ്കിൽ ഒരുവിധം ഇൻ ദ മണി ആണെങ്കിൽ ഒരു 70 to 80 പോയിന്റ് ഒക്കെ മൂവ് ചെയ്തേക്കാം. ബട്ട് OTMിലോട്ട് പോവുകയാണെങ്കിൽ OTMിൽ ഒരു 20 to 30 രൂപയുടെ ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബട്ട് നമുക്കറിയാം അഡ്ഡ മണിക്കും ഇൻ ദ മണിക്കും പ്രൈസ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ബിഗിനേഴ്സ് വില കുറഞ്ഞിട്ടുള്ള ഔട്ട് ഓഫ് ദ മണി ബൈ ചെയ്യാനായിട്ട് പോകും. അവർക്ക് വലിയ ലോസസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി എന്താണ്? നേരെ പോവുക, ഓപ്ഷൻ ചെയിൻ എടുക്കുക. നമ്മുടെ NSEയുടെ ഓപ്ഷൻ ചെയിനിലൊന്നും ഡെൽറ്റ വാല്യൂ അവൈലബിൾ അല്ല. സെൻസിബിളിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓപ്ഷൻ ചെയിൻ കിട്ടുന്നുണ്ട്. ഈ ഓപ്ഷൻ ചെയിനിൽ നേരെ സെറ്റിംഗ്സിൽ പോയിട്ട് ഡെൽറ്റ വാല്യൂ ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഡെൽറ്റ വാല്യൂ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ ചെയിനിൽ ഓരോ സ്ട്രൈക്കിലും ഡെൽറ്റ വാല്യൂ എത്രയാണെന്ന് വളരെ കൃത്യമായിട്ട് നോക്കുകയും ഓരോ സ്ട്രൈക്കിൻ്റെയും ഡെൽറ്റ വാല്യൂ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഡൗട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. കറണ്ട് എക്സ്പയറിയിലുള്ള ഡെൽറ്റയും ഫാർ എക്സ്പയറിയിലുള്ള ഡെൽറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സോ കറണ്ട് എക്സ്പയറിയിലെ ഡെൽറ്റ തന്നെയാണോ ഫാർ എക്സ്പയറി, അതായത് ഈ ആഴ്ചത്തെ ഡെൽറ്റ വാല്യൂ തന്നെയാണോ ആ ഒരു ഓപ്ഷന് അടുത്ത ആഴ്ചയും ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ 18,500 കോൾ ഓപ്ഷന് ഈ ആഴ്ചയുള്ള ഡെൽറ്റ വാല്യൂ തന്നെയാണോ 18,500 കോൾ ഓപ്ഷന്റെ നെക്സ്റ്റ് വീക്കിലും ഉണ്ടാകുക എന്ന് നിങ്ങൾ ഒന്ന് ഓപ്ഷൻ ചെയിൻ ചെക്ക് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഡെൽറ്റ വാല്യൂ എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് തീറ്റ വാല്യൂവിനെ കുറിച്ചിട്ടാണ്. ഇത് വളരെ ക്രൂഷ്യൽ ആണ്. സോ തീറ്റ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ 10ലും +1 ഒക്കെ പഠിച്ച സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അതൊക്കെ മാച്ചു കളയാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് തീറ്റ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്ഷന് ഒരു കോൺട്രാക്ട് ടൈം ഉണ്ട് എന്ന് നമ്മൾ പഴയ വീഡിയോസിൽ പഠിച്ചു. നമ്മൾ പൃഥ്വിരാജിന്റെ ആ ഒരു മൂവി സീക്വൻസ് ഒക്കെ പഠിച്ചിട്ട് അതിനൊരു ഓപ്ഷൻ കോൺട്രാക്റ്റിന് ഒരു വാലിഡിറ്റി ഉണ്ട് എന്ന് പഠിച്ചു. ഉറപ്പായിട്ടും ഈ വാലിഡിറ്റി കുറഞ്ഞു വരുമ്പോൾ, സമയം മുന്നോട്ട് പോകുമ്പോൾ, ഈ വാലിഡിറ്റി തീരാറാകുമ്പോൾ ഉറപ്പായിട്ടും ആ കോൺട്രാക്റ്റിന്റെ വാല്യൂ കുറയുമല്ലോ. അപ്പൊ ഈ വാല്യൂ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുറയുന്നത്. അപ്പോൾ തീറ്റ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം അനുസരിച്ച് ഓപ്ഷൻ പ്രീമിയത്തില് എന്ത് കുറവാണ് ഉണ്ടാകുക എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് തീറ്റ വാല്യൂ. അപ്പൊ ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യേണ്ടിയിരിക്കുന്നു. രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം വരെ മാർക്കറ്റ് അനങ്ങാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ആ ഒരു ഓപ്ഷൻ സ്ട്രൈക്കിനുണ്ടാകുന്ന പ്രീമിയം നഷ്ടം, പ്രീമിയത്തിൽ ഉണ്ടാകുന്ന കുറവ് എത്രയാണോ അതാണ് തീറ്റ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇത് കേട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, ഒന്നുമില്ല, ഇത്രേ പറയുന്നുള്ളൂ. ഒരു ദിവസം ഒരു ഓപ്ഷൻ പ്രീമിയത്തില് സമയം കൊണ്ടുണ്ടാകുന്ന കുറവ് എത്രയാണോ അതാണ് തീറ്റ എന്ന് പറയുന്നത്. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട. ഇങ്ങനെ മനസ്സിലാക്കുക, എല്ലാ ദിവസവും ഓപ്ഷൻ പ്രീമിയത്തില് കുറവ് സംഭവിക്കും ഡ്യൂ ടു ടൈം. അതെത്രയാണ് എന്ന്, എവിടെയൊക്കെയാണ് കൂടുതൽ, എവിടെയൊക്കെയാണ് കുറവ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾ തീറ്റ എന്ന് നോക്കുമ്പോൾ അവിടെ -7, -9, -8 ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് കൊടുക്കുക. അതായത് ഇന്നത്തെ ദിവസം ഈ ഒരു ഓപ്ഷൻ, ഈ പറയുന്ന ഒരു സ്ട്രൈക്കിൽ, ഫോർ എക്സാമ്പിൾ 18,500 കോൾ ഓപ്ഷന് ഇന്നത്തെ ദിവസം 7 രൂപ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നതിനാണ് തീറ്റ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നത്. കൃത്യമായിട്ട് 7 രൂപ കുറയുമെന്നല്ല, ഏകദേശം 7 രൂപ കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് തീറ്റ വാല്യൂ. ഇതാർക്കും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. നമ്മുടെ എക്സെൻട്രിക് വാല്യൂല് 2 ടൈപ്പ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഒന്ന് വേഗ വാല്യൂ, മറ്റൊന്ന് ഈ പറയുന്ന
തീറ്റ വാല്യൂ. വേഗനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ തീറ്റ ട്രേഡിങ്ങിൽ എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കണം. സോ നമ്മൾ ഔട്ട് ഓഫ് ദ മണി, അറ്റ് ദ മണി, ഇൻ ദ മണി തുടങ്ങിയ എല്ലാ സ്ട്രൈക്കുകളും കറണ്ട് വീക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തീറ്റ വാല്യൂ എപ്പോഴും വരുന്നത് അറ്റ് ദ മണിക്ക് തൊട്ടടുത്താണ്. അറ്റ് ദ മണിക്ക് തൊട്ടടുത്തുള്ള സ്ട്രൈക്കുകളിലുമാണ് ഏറ്റവും കൂടുതൽ തീറ്റ ടൈം ഡീകേ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഫാർ ഇൻ ദ മണിയിലോട്ട് പോയാലും ഫാർ ഔട്ട് ഓഫ് ദ മണിയിലോട്ട് പോയാലും തീറ്റ വാല്യൂ കുറവാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് കുറവാകുന്നത്? ഒരൊറ്റ റീസണേ ഉള്ളൂ, അവിടെ എക്സെൻട്രിക് വാല്യൂ കുറവാണ്. നമ്മൾ ഫാർ ഇൻ ദ മണിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളതെല്ലാം ഇൻട്രൻസിക് വാല്യൂ ആണ്, തീറ്റ വാല്യൂ അല്ല. അപ്പോൾ തീറ്റ വാല്യൂ കുറയാനില്ലാത്തത് കൊണ്ടാണ് ഇൻ ദ മണിയിൽ തീറ്റ വാല്യൂ കുറവ്. ബട്ട് ഔട്ട് ഓഫ് ദ മണിയിലോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ ടോട്ടൽ പ്രീമിയം തന്നെ കുറവാണ് അല്ലെ. എക്സെൻട്രിക് വാല്യൂ മാത്രമേ അവിടെ ഉള്ളൂ, ബട്ട് അവിടെയുള്ള എക്സെൻട്രിക് വാല്യൂ വളരെ കുറവാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എക്സെൻട്രിക് വാല്യൂ എവിടെയാണ്? ഏറ്റവും കൂടുതൽ ഡീകേ ആകാൻ പൈസ ബാക്കിയുള്ളത് എവിടെയാണ്? അത് അറ്റ് ദ മണിയിലാണ്. അപ്പൊ ഈ അറ്റ് ദ മണിയിലായിരിക്കും ഏറ്റവും കൂടുതൽ തീറ്റ ഡീകേ, ടൈം ഡീകേ സംഭവിക്കുന്നത് അറ്റ് ദ മണിയിലായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ഓപ്ഷൻ സെല്ലേഴ്സ്, സ്ട്രാഡിൽസ് അറ്റ് ദ മണിയിൽ തന്നെ കോളും പുട്ടും സെല്ല് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കും. നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻ സെല്ലേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്ട്രാഡിൽസ് ആണല്ലേ. അറ്റ് ദ മണി കോളും അറ്റ് ദ മണി പുട്ടും ഒക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോജിക്ക് അങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കറണ്ട് വീക്കും നെക്സ്റ്റ് വീക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ തീറ്റ വാല്യൂ എവിടെയാണ് കുറവ്? അതായത് സമയം തീരാറാകുമ്പോൾ, എക്സ്പയറി അടുക്കാറാകുമ്പോഴാണ് തീറ്റ വാല്യൂ ഏറ്റവും കൂടുക. നിങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രാഫ് ടൈം വെച്ച് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ടൈമാണ് ഇവിടെ എക്സ് ആക്സിസ് എങ്കിൽ ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ തീറ്റ വാല്യൂ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈ രീതിയിലാണ് ഇരിക്കുക. അതായത് തുടങ്ങുന്ന സമയത്ത് തീറ്റ വാല്യൂ ഭയങ്കര കുറവാണ്, നമ്മുടെ എക്സ്പയറി അടുക്കും തോറും തീറ്റ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഒരു ലോഗ് എക്സിന്റെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ് നിങ്ങൾ കാണുക. സോ ആ ലോജിക്ക് വിടുക. അതായത് ഇവിടെയൊക്കെ 1, 2, 3, 4 രൂപയൊക്കെ വെച്ചാണ് കുറഞ്ഞിരുന്നെങ്കിൽ അവസാന ദിവസം ആകുമ്പോഴേക്കും 20, 30, 40 എന്ന് പറയുന്ന ഒരു ഹ്യൂജ് പ്രീമിയം ഡീകേ ആണ് ഓപ്ഷൻസിൽ ഉണ്ടാകുക. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രീമിയം ഡീകേ നടക്കുന്നത് എവിടെയാണ്? കറണ്ട് വീക്കിലാണ്. കറണ്ട് വീക്കിലാണ് ഏറ്റവും കൂടുതൽ തീറ്റ ഡീകേ നടക്കുന്നത്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനും കറണ്ട് വീക്കും നമ്മുടെ കയ്യിൽ തരികയാണെങ്കിൽ രണ്ടും ഒരുപോലെയുള്ള ഐസും കട്ടയാണെങ്കിൽ, ഐസും കട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം വാല്യൂ അതുപോലെയാണല്ലേ. ഓപ്ഷന്റെ പ്രീമിയം ഒരു ഐസും കട്ട പോലെയാണ് എന്ന് നിങ്ങൾ കരുതുക. നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിങ്ങനെ മെൽറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം മുന്നോട്ട് പോകും തോറും ഐസ് മെൽറ്റ് ആകുന്ന പോലെ ഓപ്ഷൻ പ്രീമിയം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത മാസത്തെ ഒരു ഐസാണ് നമ്മുടെ കയ്യിലെങ്കിൽ അത് വളരെ പെട്ടെന്ന് മെൽറ്റ് ആവില്ല, അതിങ്ങനെ നിൽക്കും. ബട്ട് ഇന്ന് മെൽറ്റായി തീരേണ്ട ഒരു ഓപ്ഷൻ കുറച്ച് ചൂട് കൂടുതലുണ്ട്, അതിനല്ലേ ഹോട്ട് കൂടുതലുണ്ട്. ഈ ഐസും കട്ട കുറച്ച് തണുപ്പുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ എവിടെയാണോ ചൂട് കൂടുതൽ ആ ഒരു ഐസ് ക്യൂബ് വളരെ പെട്ടെന്ന് മെൽറ്റ് ആകുന്ന കാണാൻ പറ്റും. അപ്പോൾ കറണ്ട് വീക്ക് എക്സ്പയറി വളരെ പെട്ടെന്ന് മെൽറ്റ് ആവുകയും നെക്സ്റ്റ് മന്ത് എക്സ്പയറി വളരെ സാവകാശത്തിൽ എക്സ്പയർ ആവുകയും ചെയ്യും. അപ്പോൾ ടെക്നിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതാണ് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് തീറ്റ വാല്യൂല് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ ട്രേഡിങ്ങിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ലോജിക്ക് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് 2 പാരാമീറ്റർ കൂടിയുണ്ട്. ഒന്ന് വോളറ്റൈലിറ്റി പാരാമീറ്റർ ആയിട്ടുള്ള വേഗയാണ്. വേഗ പഠിക്കാനായിട്ട് നമുക്ക് ഇന്ത്യ വിക്സ് എന്താണെന്ന് പഠിക്കണം, IV എന്താണെന്ന് പഠിക്കണം, IVയും വേഗയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന് പഠിക്കണം. തേർഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് വേഗയാണ്. ഓപ്ഷൻ പ്രീമിയത്തിനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന, എക്സെൻട്രിക് വാല്യൂവിനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് വേഗ. ഈ വേഗ എന്ന് പറയുന്ന പാരാമീറ്റർ ഒറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ചെയ്യുന്ന ഒന്നല്ല. അതിന് IV അല്ലെങ്കിൽ
വിക്സിൻ്റെ ഒരു സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് വേഗയുടെ വാല്യൂ കൂടുന്നതും കുറയുന്നതും എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ ഐവിയെ കുറിച്ചിട്ടും വിക്സിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് വിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ വിക്സ് എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. അതായത് ഇന്ത്യൻ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50യുടെ ഒരു വോളറ്റൈലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വോളറ്റൈലിറ്റിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്രാഫിനെ നമുക്ക് ഇന്ത്യ വിക്സ് എന്ന് വിളിക്കാം. ഇന്ത്യൻ വോളറ്റൈലിറ്റി ഇൻഡെക്സ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പം നിഫ്റ്റി 50 ഒരു മാസം ആവറേജ് എത്ര ശതമാനം മൂവ് ചെയ്യുന്നു എന്നത് ഡിഫൈൻ ചെയ്യുകയാണ് ആര്? ഈ പറയുന്ന വിക്സ്. അതായത് വിക്സ് ഒരു 20 ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിഫ്റ്റി ±20% മൂവ് ചെയ്യും എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു വലിയ അൺസർട്ടനിറ്റി വരികയാണെങ്കിൽ, ഒരു പ്രത്യേകിച്ച് ഒരു അൺസർട്ടനിറ്റി, ഫോർ എക്സാമ്പിൾ കോവിഡ് വരുന്ന സമയത്ത് നിഫ്റ്റി 17 to 80 എന്ന് പറയുന്ന പെർസെൻറ്റേജിലോട്ട് ജമ്പ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു യൂണിയൻ ബഡ്ജറ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ആളുകളും ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് വിക്സ് എപ്പോഴും ഒരു 20 to 25 വരാറുണ്ട്. ഒരു നോർമൽ വിക്സ് എത്രയാണ്, ഒരു ആവറേജ് വിക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 14 to 17 ലെവലൊക്കെയാണ് നമ്മൾ നോർമലി കാണാറുള്ള ഒരു ആവറേജ് വിക്സ്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. ബട്ട് നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു ലാസ്റ്റ് 3 മന്തിൻ്റെ ആവറേജ് എത്രയാണോ അത് നമുക്ക് വിക്സിൻ്റെ ആവറേജ് ആയിട്ട് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് IV എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് വോളറ്റൈലിറ്റി? കൂടുതൽ വോളിയത്തിൽ ട്രേഡ് നടന്നാൽ വോളറ്റൈലിറ്റി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം. ആക്ച്വലി വോളറ്റൈലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, ഇവരിലുണ്ടാകുന്ന മിസ്മാച്ചിനെയാണ് നമ്മൾ വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് കുറേ ബയേഴ്സ് ഉണ്ട്, എന്നാൽ വളരെ കുറച്ച് സെല്ലേഴ്സേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിൻ്റെ പ്രൈസ് ജമ്പ് ചെയ്ത് മുകളിലോട്ട് പോകും. സോ വേറൊരു സാഹചര്യത്തിൽ കുറേ സെല്ലേഴ്സ് ഉണ്ട്, എന്നാൽ വളരെ കുറച്ച് ബയേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിലും എന്ത് പറ്റും? പ്രൈസ് ജമ്പ് ചെയ്ത് താഴത്തോട്ട് പോകുന്ന ഒരു സെനാരിയോ വരും. അപ്പോൾ പ്രൈസിലുള്ള ജമ്പുകളെയാണ് നമ്മൾ ആക്ച്വലി വോളറ്റൈലിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ട്രേഡ്സ് കുറയുകയോ കൂടുകയല്ല, ബയേഴ്സിലും സെല്ലേഴ്സിലുമുള്ള ഒരു മിസ്മാച്ച് ആണ് ആക്ച്വലി വോളറ്റൈലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ IV എന്ന് പറയുന്നത് ഓരോ സ്ട്രൈക്കിനും എന്തുണ്ട്? IV എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ 15, 17, 20 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ട്രൈക്കിനും IV ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കോളിന് ഒരു IV ഡിഫൈൻ ചെയ്യുന്നുണ്ട്, പുട്ടിന് ഒരു IV ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 18,500 എന്ന് പറയുന്ന സ്ട്രൈക്ക് എടുക്കുകയാണെങ്കിൽ 18,500ൻ്റെ കോളിനും 18,500ൻ്റെ പുട്ടിനും ഡിഫറെൻറ്റ് IVs ആണ്. ഈ IV എങ്ങനെ വരുന്നു? ആ സ്ട്രൈക്കിൻ്റെ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും എണ്ണത്തിലുണ്ടാകുന്ന ഡിഫറൻസ് വെച്ചിട്ടാണ് ഈ IV ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് ഓപ്ഷൻ്റെ പ്രീമിയം പോലും ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബയേഴ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? ഓപ്ഷൻ്റെ പ്രീമിയം പെട്ടെന്ന് കൂടാനായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ബയേഴ്സ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, സെല്ലേഴ്സ് ഒരു പക്ഷേ അത്രയും ആക്റ്റീവ് ആകില്ല. അപ്പം അത് ബൈ ചെയ്യാൻ കൂടുതൽ ആൾക്കാരുണ്ട്. നമ്മൾ വോളറ്റൈലിറ്റി ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ബയേഴ്സിൻ്റെ എണ്ണത്തിലും സെല്ലേഴ്സിൻ്റെ എണ്ണത്തിലും അവിടെ ഒരു മിസ് മാച്ച് വരികയാണ്. അവിടെ ആ സ്ട്രൈക്കിൽ IV ഇൻക്രീസ് ചെയ്യുകയാണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന കോളിലും പുട്ടിലും ഈ പറയുന്ന എക്സ്പെക്ടേഷൻസ് മാറുന്നതനുസരിച്ച്, ബയേഴ്സിൻ്റെ ഹോപ്പ് മാറുന്നതനുസരിച്ച് വോളറ്റൈലിറ്റി അല്ലെങ്കിൽ IV ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. സോ ഏറ്റവും കുറവ്
IV എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ് ദ മണിയിലാണ്. എന്തുകൊണ്ടായിരിക്കും? അറ്റ് ദ മണിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ബയ്യേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ എണ്ണം ഒരുപോലെ ഇരിക്കുന്നത് അറ്റ് ദ മണിയിലാണ്. നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിലോട്ടും അതുപോലെ തന്നെ ഇൻ ദ മണിയിലോട്ടും പോകുകയാണെങ്കിൽ IV ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? IVയും വേഗയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന് പഠിക്കണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയ്യേഴ്സിന് ഹോപ്പ് കൂടുതലുള്ള ഒരു സമയത്ത് അവർ കൂടുതൽ ബൈ ചെയ്യും, ഓപ്ഷൻ പ്രീമിയം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഓപ്ഷൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് IV കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ്റെ പ്രീമിയം കൂടിയത് കൊണ്ടാണോ IV കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതോ തിരിച്ച് IV കൂടിയത് കൊണ്ടാണോ ഓപ്ഷൻ്റെ പ്രീമിയം കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ആൻസർ തരാനില്ല. എപ്പോഴും വോളറ്റിലിറ്റി കൂടുമ്പോൾ പ്രീമിയം കൂടും, പ്രീമിയം കൂടുമ്പോൾ വോളറ്റിലിറ്റി കൂടും എന്നുള്ളൊരു ആൻസറേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് പറയാൻ എളുപ്പത്തിന് IV 15% നിന്ന് IV 15% നിന്ന് 16% ജമ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എത്ര രൂപയാണോ അതാണ് വേഗ വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേഗ ഒരു 5 ആണ് എന്ന് കരുതുക, വേഗയുടെ വാല്യൂ 5 ആണെന്ന് കരുതുക. 15 നിന്ന് 16 IV മാറുകയാണെങ്കിൽ, 15 IV ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ പ്രീമിയം 75 ആണ് എങ്കിൽ മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് IV 1% കൂടി കഴിഞ്ഞാൽ 75 എന്ന് പറയുന്ന പ്രീമിയം എത്രയായിട്ട് മാറുകയാണ്? 75 + 5 എത്രയായിട്ട് മാറുകയാണ്? 80 മാറുകയാണ്. അതായത് മാർക്കറ്റ് മൂവ് ചെയ്യാതെ തന്നെ ഓപ്ഷന്റെ പ്രീമിയം കൂട്ടുവാനുള്ള കഴിവ് വേഗയ്ക്കുണ്ട്. അല്ലെങ്കിൽ IV കുറയുകയാണെങ്കിൽ 15 നിന്ന് 14 ആകുകയാണ് എങ്കിൽ ഈ 75 നിന്ന് ഓപ്ഷന്റെ പ്രീമിയം 70 കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ IV പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാലും മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീമിയം കൂടുമെന്നും, വലിയ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല, മാർക്കറ്റിന്റെ റേഞ്ച് വളരെ ചെറുതാണെങ്കിൽ IV കുറയുമെന്നുള്ള ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം നിങ്ങൾ ഇനിഷ്യലി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ IVDK മാർക്കറ്റ് ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ ഇൻ ദ മണിയിലോട്ടോ അല്ലെങ്കിൽ വലിയ മൂവ്മെന്റുകൾ പോകാനായിട്ട് സാധ്യത ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ ബയേഴ്സിന്റെ ഹോപ്പ് കുറയുകയും അത് IV ഡിക്രീസ് ചെയ്യാനായിട്ട്, IV കുറഞ്ഞ് ഓപ്ഷൻ സെല്ലേഴ്സിന് അനുകൂലമാകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളൊരു ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റിൽ പെട്ടെന്ന് വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്ഷൻ ബയേഴ്സിന് അനുകൂലമാകുകയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ IV കറണ്ട് വീക്കിലും നെക്സ്റ്റ് വീക്കിലും എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു, അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് വീക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഉറപ്പായിട്ടും ബയ്യേഴ്സിന്റെ ഹോപ്പ് കുറവായിരിക്കും. എന്നാൽ ഒരു 1 വീക്ക് 2 വീക്ക് 1 മന്ത് അപ്പുറത്തേക്ക് ഒരു എക്സ്പയറി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ബയ്യേഴ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അതായത് വിക്സ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് വീക്കിന്റെ ഇരട്ടിയോ അതിനേക്കാൾ കൂടുതലോ വേഗ എഫക്റ്റ് ഉണ്ടാകുന്നത് ഒരു മന്ത്ലി എക്സ്പയറിയിലൊക്കെ ആയിരിക്കും. നിങ്ങൾ ഓപ്ഷൻ ചെയിൻ എടുത്തു നോക്കുക, കറണ്ട് വീക്കിന്റെ വേഗ 5 ആണെങ്കിൽ മന്ത്ലി എക്സ്പയറിയുടെ വേഗ ഒരു 25ഓ 35ഓ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് വേഗ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഗാമ എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. എല്ലാവരും വളരെ സിമ്പിൾ ആയിട്ട് എന്താ ഡെഫിനിഷൻ പറഞ്ഞു പോകും. ഗാമ ഒരു കാറ്റലിസ്റ്റ് ഓഫ് ഡെൽറ്റയാണ്. അതിൽ ഡെൽറ്റയുടെ ഒരു കാറ്റലിസ്റ്റ് ആണ് ഗാമ എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകും. അതായത് ഗാമ ഡിഫൈൻ ചെയ്യുന്നത് എന്താ പറയാ, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്, ഡെൽറ്റ എഫക്റ്റ് ഓപ്ഷൻ പ്രീമിയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഗാമ. എന്താണ് ഡെൽറ്റ?
അണ്ടർലൈങ് അസറ്റിന്റെ മൂവ്മെന്റിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അണ്ടർലൈങ് അസറ്റ് ആണ് ഡെൽറ്റ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഗാമ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റയാണ് ഗാമ. നമ്മൾ വെലോസിറ്റിയും ആക്സിലറേഷനും പറയുന്നത് പോലെയാണ്, ഒരു ആക്സിലറേഷൻ ആണ് ഈ പറയുന്ന ഗാമ. ആക്സിലറേഷൻ്റെ ഒരു എഫക്റ്റ് എന്താണ്? ഒരു ഹൈ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് റിസൾട്ട് ആയിരിക്കും കിട്ടാനായിട്ട് പോവുക, അല്ലേ? ഇപ്പോൾ ഒരു 9.8 എന്ന് പറയുന്ന ഗ്രാവിറ്റി ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഒരു കല്ല് താഴത്തോട്ട് വരികയാണെങ്കിൽ താഴെ എത്തുമ്പോഴേക്കും ആ കല്ലിന് ഒരു അപാരമായിട്ടുള്ള ഒരു സ്പീഡായിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിൻ്റെ ദൂരെ നിന്ന് വരികയാണെങ്കിൽ അത്രയും എഫക്റ്റ് കൂടുമെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാം, അല്ലേ? ഈ ലെവലിൽ നിന്നൊരു കല്ല് നിലത്തേക്ക് ഇടുന്ന എഫക്റ്റ് അല്ല ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല് നിലത്തേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആക്സിലറേഷൻ കൂടി വരുന്നത് കൊണ്ടാണ്. ഇതേ ഒരു എഫക്റ്റാണ് ഗാമയ്ക്കുള്ളത്. അതായത് ഗാമ ഒത്തിരി ദൂരെ ഇരിക്കുന്ന ഓപ്ഷൻസിലോട്ട് നമ്മുടെ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ വിലയിലുണ്ടാകുന്ന ചേഞ്ച് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അധികമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 പോയിന്റ് നിഫ്റ്റി മൂവ് ചെയ്യുകയാണെങ്കിൽ OTM-ൽ ഇരിക്കുന്ന ഒരു ഓപ്ഷൻ്റെ പ്രീമിയം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വലിയ പെർസെൻറ്റേജിൽ കൂടുക എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അറ്റ് ദ മണിയിൽ ഒരു 20 രൂപ കൂടുകയാണെങ്കിൽ അറ്റ് ദ മണി 100 രൂപ ഉണ്ടായിരുന്ന അറ്റ് ദ മണി 120 രൂപയാകുമ്പോഴേക്കും ഒരു ഔട്ട് ഓഫ് ദ മണിയിലിരുന്ന 10 രൂപയുള്ള ഒരു ഓപ്ഷൻ 15 രൂപയാകും. അപ്പോൾ പെർസെൻറ്റേജിൽ നിങ്ങൾ ഓപ്ഷൻ്റെ എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിലാണ് ആ പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതായത് ഓപ്ഷൻ പ്രീമിയം കൂടുന്നതിൻ്റെ കൂടെ ഒരു തള്ളു കൂടി കൊടുക്കുന്ന ഒരു എഫക്റ്റാണ് ഗാമ ആക്ച്വലി മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത്. സോ ഓപ്ഷൻ സെല്ലേഴ്സിന് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി തരുന്നത് ഗാമയാണെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നത് ആരാണ്? ഇതേ ഗാമ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗാമ എഫക്റ്റ് എപ്പോഴും എക്സ്പയറി ഡേയുടെ തൊട്ടടുത്താണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് കറണ്ട് വീക്കിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് മന്ത്ലി ഓപ്ഷൻസിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഗാമ എഫക്റ്റ് അവിടെ വളരെ കുറവാണ് എന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വലിയ ഗാമ എഫക്ട്സുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കാം? എക്സ്പയറി ഡേയുടെ 3 മണി മൂവ്മെന്റിലാണ്. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് സീറോ ടു ഹീറോ ടൈപ്പ് ഓഫ് ട്രേഡുകൾ ആളുകൾ കൂടുതലായിട്ട് ട്രൈ ഔട്ട് ചെയ്യുന്നത്. സോ 4 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. വളരെ ഈസി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓപ്ഷൻ സ്ട്രാറ്റജീസും ഓപ്ഷൻ ബൈയിങ് മെത്തേഡുകളും നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. നിങ്ങൾ റെഡിയാണോ? ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവിലോട്ടൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പോഴും ഓപ്ഷൻ പാരാമീറ്റേഴ്സ് എന്താണെന്ന് പോലും അറിയാതെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലോട്ടും ഈ വീഡിയോ എത്തിച്ചിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് പറയുക. കാരണം കൃത്യമായിട്ടുള്ള നോളജ് ഇല്ലാതെ ഇനി ആരും തന്നെ ഓപ്ഷൻ ട്രേഡിൽ പൈസ കളയരുത്. കൃത്യമായി ട്രേഡ് ചെയ്ത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് വളരെ വലിയ പ്രോഫിറ്റ്സ് തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേ.